സെവൻ സ്പിരിച്വൽ ലോസ് ഓഫ് സക്സസ്. കുറേയധികം പണമുണ്ട്, പക്ഷേ പണം കൊണ്ട് വിജയമെന്ന് നിർണ്ണയിക്കാൻ സാധിക്കുമോ? എന്നാൽ പണത്തേക്കാൾ അപ്പുറമായിട്ട് വിജയത്തെ നിർവചിക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് ദീപക് ചോപ്ര എന്ന് പറയുന്ന എഴുത്തുകാരൻ വിവരിക്കുകയാണ്. ഏകദേശം 90-ൽ പരം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതേ പുസ്തകമാണ് ദ സ്പിരിച്വൽ ലോ ഓഫ് സക്സസ്. ഈ പേര് കേട്ടതിന് അറിയാൻ സാധിക്കും ആത്മീയ തലങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കാര്യമാണ്. മെറ്റീരിയൽ സക്സസിനേക്കാൾ അപ്പുറമായിട്ട് ആത്മീയ തലങ്ങളിൽ അല്ലെങ്കിൽ ഭൗതിക തലത്തേക്കാൾ മാറി നിന്നുകൊണ്ട് സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യവും ആശ്വാസവും സെൻസ് ഓഫ് പർപ്പസും എല്ലാം അച്ചീവ് ചെയ്യാനായി അദ്ദേഹം പറയുന്ന 7 നിയമങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ലോയാണ് ദ ലോ ഓഫ് പ്യുവർ പൊട്ടൻഷ്യാലിറ്റി. പ്യുവർ പൊട്ടൻഷ്യാലിറ്റി, പ്യുവർ ആയിട്ടുള്ള ഒന്ന്, ശുദ്ധമായിട്ടുള്ള ഒന്ന് ഉണ്ട്. ആ ശുദ്ധമായതിന് എല്ലാം നൽകുവാൻ സാധിക്കും. ഒമ്നി പൊട്ടൻറ്റ്, എല്ലാ പൊട്ടൻഷ്യലും ഉള്ളതായിട്ടുള്ള ഒന്ന്. എന്താണത്? ഈ പ്രപഞ്ചമാണ്. നാം ആഗ്രഹിക്കുന്നത് എന്തും നേടിത്തരുവാൻ കഴിയുന്ന ഒന്നാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. എന്നാൽ ഒരു കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ് നാം. അതൊരു വലിയ തിരിച്ചറിവാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗം നാം ആയി തീരുമ്പോൾ നാം അനുഭവിക്കുന്ന ആ സന്തോഷവും ഈ പ്രപഞ്ചം നമുക്ക് എല്ലാം നൽകുവാൻ പോകുകയാണെന്നുള്ള തിരിച്ചറിവും നമ്മെ നയിക്കുന്നത് വേറെ ലോകത്തിലേക്കാണെന്നാണ് ദീപക് ചോപ്ര പറയുന്നത്. എ പ്രാക്ടിക്കൽ ഗൈഡ് ടു ഫുൾഫിൽമെന്റ് ഓഫ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന ആ നേട്ടങ്ങളെ നേടുവാനായിട്ട് സഹായിക്കുന്ന ഒരു ഗൈഡാണ് ഈ പുസ്തകം. എന്നാൽ ആ പുസ്തകത്തിൽ പറയുന്ന കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ്. ഈ പ്രപഞ്ചം ഇത്രമാത്രം ശക്തിയുള്ളതാണെങ്കിൽ നാം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് നേടുവാൻ സാധിക്കില്ലേ? ആ ചോദ്യം സ്വയം നമ്മോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമാണ്. അതിനായി ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയുകയും പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ദ ലോ ഓഫ് പ്യുവർ പൊട്ടൻഷ്യാലിറ്റി. ഈ പ്യുവർ ആയിട്ടുള്ള യൂണിവേഴ്സിന്റെ പാർട്ടാണ് നാം മാത്രമാണ് പാർട്ടായിട്ടുള്ളത് അല്ല. ഈ യൂണിവേഴ്സ് എന്ന് പറയുന്ന വലിയ കോസ്മിക് ശക്തിയുടെ ഒരു ഭാഗമാണ് നാം. ആ ഒരു വലിയ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കുവാൻ സാധിക്കും. നമുക്ക് പ്രത്യേകിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ജീവിതത്തിൽ നാളെ എന്താകുമെന്ന് ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടിയാണ് ദ ലോ ഓഫ് പ്യുവർ പൊട്ടൻഷ്യാലിറ്റി നൽകുന്നത്. അത് നമുക്ക് ഈ മൊമെന്റിൽ ജീവിക്കാൻ സാധിക്കും, പ്രസന്റിൽ ജീവിക്കാൻ സഹായിക്കും. അങ്ങനെയാണോ ജീവിക്കുന്നത്? നാം കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകളെ കുറിച്ച് ഓർത്ത് കരയുന്നവരാണോ, അതോ ഇനി വരാനുള്ള കാലഘട്ടങ്ങളിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് ഓർത്ത് ദുഃഖിക്കുകയും ഒപ്പം തന്നെ ആകുലപ്പെടുകയും ചെയ്യുന്നവരാണോ? എന്നാൽ ഈ ലോ ഓഫ് പ്യുവർ പൊട്ടൻഷ്യാലിറ്റി മനസ്സിലാക്കിയാൽ നമുക്ക് അറിയുവാൻ സാധിക്കും, നമുക്ക് ആഗ്രഹിക്കുന്നത് എന്ത് നൽകുവാൻ ശക്തിയുള്ള ഒരു പ്രപഞ്ചം. ശക്തിയിൽ വിശ്വസിക്കുമ്പോൾ, അതിനെ മനസ്സിലാക്കുമ്പോൾ, അതിൻ്റെ ഒരു പാർട്ടായി നാം മാറുമ്പോൾ നമുക്ക് ഈ മൊമെന്റിൽ ജീവിക്കാൻ സാധിക്കും, പ്രസന്റിൽ ജീവിക്കാൻ സാധിക്കും. അതാണ് ദ ലോ ഓഫ് പ്യുവർ പൊട്ടൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ദിവസവും ചുരുങ്ങിയത് 2 പ്രാവശ്യമെങ്കിലും അരമണിക്കൂർ വീതം മെഡിറ്റേഷൻ ചെയ്യുക. അതിലൂടെ ഈ പ്രപഞ്ചവുമായി കണക്ട് ചെയ്യുവാനും ഒരു വലിയ മാറ്റത്തിലേക്ക് മുന്നേറുവാനും സാധിക്കും. രണ്ടാമത്തെ ലോ ആയിട്ട് പുസ്തകത്തിൽ പറയുന്നത് ലോ ഓഫ് ഗിവിങ് ആൻഡ് റിസീവിങ്. കൊടുക്കുകയും ചെയ്യുക, വാങ്ങുകയും ചെയ്യുക. ഇതൊരു പ്രധാനപ്പെട്ട ആശയം എന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നാം പലതും ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലേ? നമുക്ക് വാഹനം വേണം, വിജയം വേണം, സ്നേഹം വേണം, നമ്മെ ആശ്വസിപ്പിക്കുന്ന ആളുകൾ വേണം. ഇങ്ങനെ പലതും നാം ആഗ്രഹിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൊടുക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. നാം കൊടുക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. കൊടുക്കുന്നതിനും തുല്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ജീവിതത്തിലാണ് നാം ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടുന്നു എന്നുള്ള രണ്ടാമത്തെ ചിന്ത നമ്മെ തീർച്ചയായും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. മൂന്നാമത്തെ ലോ ആണ് ദ ലോ ഓഫ് കർമ്മ. ഇൻസ്റ്റന്റ് കർമ്മ എന്നെല്ലാം എപ്പോഴും കേട്ടിട്ടുണ്ടാവും. നാം ചെയ്യുന്ന കർമ്മത്തിന്റെ പ്രതിഫലം നാം അനുഭവിക്കാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ എപ്പോഴും വളരെ സൂക്ഷ്മതയോടെ ചെയ്യുക. എനിക്ക് വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ചെയ്യേണ്ട കാര്യം ചെയ്യുക. തീർച്ചയായും കർമ്മത്തിന് പ്രതിഫലം കിട്ടുമെന്നുള്ളത് നാം അറിയേണ്ട ആവശ്യമാണ്. ദ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്. ഒരു കാരണം, എല്ലാത്തിനും ഒരു കാരണമുണ്ടാകും. വിജയിക്കാൻ ഒരു കാരണമുണ്ടാകും, തോൽക്കാൻ ഒരു കാരണമുണ്ടാകും. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാൻ ഒരു കാരണമുണ്ട്, ഒപ്പം തന്നെ സാമ്പത്തിക അബോധം നേടുവാനും ഒരു കാരണമുണ്ട്. അടുത്ത നിയമങ്ങളാണ് ദ ലോ ഓഫ് ലീസ്റ്റ് എഫോർട്ട്, ദ ലോ ഓഫ് ഇന്റൻഷൻ ആൻഡ് ഡിസയർ, ദ ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ്സ്. ഈ 3 നിയമങ്ങളും നാം വളരെയധികം ചിന്തിക്കേണ്ട ഒന്നാണ്. കാരണം നാം ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്നർ സെൽഫിൽ, ഇന്നർ മൈൻഡിൽ ചില കാര്യങ്ങൾ നടക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും സംഭവിക്കാത്തതുകൊണ്ടാണ് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ സാധിക്കാത്തത്. ദ ലോ ഓഫ് ലീസ്റ്റ് എഫോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോയിൽ നാം എത്തിച്ചേരേണ്ട ആവശ്യമാണ്. ഒരു കാര്യം നേടാൻ ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി നാം നമ്മെ തന്നെ ത്യജിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ സത്യം തന്നെയാണ്. പക്ഷേ അതിൽ നാം പെട്ടുപോകുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ നാം ഫ്രസ്ട്രേറ്റഡ് ആയി പോകുന്നുണ്ടോ, അതിൽ നാം തളർന്നു പോകുന്നുണ്ടോ? ആ ചെയ്യുന്ന ജോലി സുഖം കണ്ടെത്തിക്കൊണ്ട്
നാം ചെയ്യുന്നത് വളരെ എഫക്റ്റീവായി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാതെ നാം ആഗ്രഹിക്കുന്ന കാര്യം നാം ചിന്തിച്ചു, പിന്നെ അത് കിട്ടാത്തത് കൊണ്ട് നാം ഫ്രസ്ട്രേറ്റഡ് ആകുകയാണോ? അത് കിട്ടാനായി നാം വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? അത് കിട്ടാനായി നാം എപ്പോഴും ചിന്തിക്കുകയും അല്ലെങ്കിൽ എപ്പോഴും ആഹ്ലാദപ്പെടുകയും വരി ചെയ്യുകയും ചെയ്യുകയാണോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കിട്ടാൻ വൈകി കഴിഞ്ഞാൽ പരാതികൾ പറയുന്നവരാണ് നാം. അത് നേടാൻ വേണ്ടി എപ്പോഴും ഫോഴ്സ് ചെലുത്തിക്കൊണ്ട് അനാവശ്യമായി നാം പറയുകയും ഒപ്പം തന്നെ തിരക്ക് കൂട്ടുകയും ചെയ്യുന്നവരാണോ? അത് കിട്ടിയേ തീരുമെന്നുള്ള ഒരു അറ്റാച്ച്മെന്റ്, അതില്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു അറ്റാച്ച്മെന്റ് നമുക്കുണ്ടോ? അതാണ് ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് പറയുന്നത്. ഒരു കാര്യം നാം ആഗ്രഹിച്ചു, അത് കിട്ടിയെന്ന് വിശ്വസിക്കുക, പിന്നെ അതിനു വേണ്ടി നാം ഒത്തിരി ആലോചിക്കുകയും ആ വിഷയത്തെക്കുറിച്ച് ഓർത്ത് ആഹ്ലാദപ്പെടുകയും സെൽഫ് ഡൗട്ട് ഉണ്ടാകുകയും ചെയ്യാൻ പാടില്ല. പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ആ ഒരു വിശ്വാസം നമ്മെ നയിക്കുന്നത് വേറൊരു തലത്തിലേക്കാണ്. ഈ യൂണിവേഴ്സിന്റെ പാർട്ടായി കഴിയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനും എന്തോ കാരണമുണ്ട്, അല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. ആ ഒരു തിരിച്ചറിവിലൂടെ നമുക്ക് ജീവിതം ഒരു ഫ്ലോ ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ആർക്കും എന്തും എപ്പോഴും സംഭവിക്കാം. അത് ചിലപ്പോൾ നമ്മളായിരിക്കും ആകുന്നത്. അത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഗെയിമാണ്, റൂളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലോ ഓഫ് ഡിറ്റാച്ച്മെന്റും റോൾ ഓഫ് ഡിസയർ ആൻഡ് ഇന്റൻഷനും അതുപോലെ തന്നെ ലോ ഓഫ് ലീസ്റ്റ് എഫോർട്ട് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ ലോ ഓഫ് ഇന്റൻഷൻ ആൻഡ് ഡിസയറിൽ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്ലാരിറ്റി. നമുക്ക് എന്താണ് വേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായൊരു ക്ലാരിറ്റി നമുക്കുണ്ടോ? എനിക്ക് ഇന്നതാണ് വേണ്ടത്, ഇപ്പോഴാണ് വേണ്ടത്, ഇത്രയാണ് വേണ്ടത്, ആ ഒരു ക്ലാരിറ്റി നമുക്ക് കൃത്യമായി ഉണ്ടോ എന്ന് നാം വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, ആ ഒരു ക്ലാരിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിൽ വിശ്വസിക്കുക, പ്രക്രിയയിൽ വിശ്വസിക്കുക. ഒരിക്കലും സംശയിക്കേണ്ട ആവശ്യമില്ല. നാം ആഗ്രഹിക്കുന്ന കാര്യം നാം നേടുക തന്നെ ചെയ്യുമെന്നുള്ള ആ വിശ്വാസത്തോടെ ആ പ്രവൃത്തി അത് ലഭിക്കുന്നവരെ പിന്തുടരാൻ നമുക്ക് സാധിക്കണം. ദീപക് ചോപ്ര പറയുകയാണ്, നമുക്കൊരു കാര്യം നേടണമെന്ന് ആഗ്രഹമുണ്ട്, അത് നേടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. ഒന്ന്, നമ്മെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. രണ്ട്, യൂണിവേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മെ നന്നാക്കാൻ സാധിക്കും, നമ്മെ മോഡിഫൈ ചെയ്യാൻ സാധിക്കും. പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കും നാം എത്ര വലിയ ശക്തിയുമായാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് നാം ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് നമുക്ക് പോകുവാനായിട്ട് നമ്മെ സഹായിക്കും. ഓരോ ടാസ്കുകൾ ചെയ്യുമ്പോഴും നാം ചിന്തിക്കേണ്ടത് ഇതാണ്, ഈ ടാസ്കിന്റെ ഔട്ട്പുട്ട് എന്താണ്? രണ്ടാമത്തെ കാര്യം, ഈ ടാസ്ക് ചെയ്താൽ എനിക്ക് എന്ത് സന്തോഷമാണ്, മാനസികമായിട്ടുള്ള ആനന്ദമാണ് ലഭിക്കുന്നത്? ഈ രണ്ട് കാര്യം എപ്പോഴും നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ സന്തോഷകരമായ ആത്മീയമായ ജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കൂ. ജഡ്ജ്മെന്റ്, വിധിക്കുക. പലപ്പോഴും നാം നമ്മളെ വിധിക്കാറുണ്ട്, മറ്റുള്ളവരെ വിധിക്കാറുണ്ട്. ചില ആളുകൾ വലിയ വിജയം കൈവരിക്കുമ്പോൾ നാം പലപ്പോഴും അത് ഈസിയായി കാണാറുണ്ട്. ചില ആളുകൾ കഷ്ടപ്പെടുമ്പോൾ നാം അവരെ കളിയാക്കാറുണ്ടാകാം. പക്ഷെ എല്ലാവരുടെയും ജേർണി വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരെയും ജഡ്ജ് ചെയ്യാതെ, സ്വന്തമായും ബ്ലെയിമോ ജഡ്ജോ ചെയ്യാതെ ജീവിക്കാൻ സാധിക്കണം. ഈ 7 സ്പിരിച്വൽ ലോ, ആത്മീയ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആശ്വാസവും കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. പുസ്തകം വായിക്കുക. ഓൾ ദി ബെസ്റ്റ്.